ചുനക്കര മാർ ബെസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് തുടക്കമായി. ജനുവരി 2 വരെയാണ് പെരുന്നാൾ നടക്കുന്നത്. ചുനക്കര മാർ ബെസേലിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ കാവൽ പിതാക്കന്മാരായ മാർ ബെസേലിയോസിന്റെയും ഗ്രിഗോറിയോസിന്റെയും ഓർമ്മ പെരുന്നാളിനും കൺവെൻഷനും തുടക്കമായി. 2026 ജനുവരി 2 വരെയാണ് പെരുന്നാൾ നടക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഷിജി കോശി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തുടർന്ന് പള്ളിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള കുരിശിൻ സൗധങ്ങളിൽ കൊടിയേറ്റ് നടത്തി. 25-ന് വെളുപ്പിന് 3-ന് ക്രിസ്മസിന്റെ ശുശ്രൂഷയും കുർബാനയും നടത്തും. ഡിസംബർ 26 വൈകിട്ട് 6 മണിക്ക് ക്രിസ്മസ് കലാസന്ധ്യ പിറവി 2025 അരങ്ങേറും. 28, 29, 30 തീയതികളിൽ കൺവെൻഷൻ യോഗങ്ങളും 31-ാം തീയതി പുതുവത്സര ജാഗരണം, പിതൃസ്മരണ എന്നിവയും നടക്കും. ജനുവരി 31-ന് ഭദ്രാസന മെത്രാപ്പോലിത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് വിശുദ്ധ കുർബാനയും തുടർന്ന് പുതിയതായി പണി കഴിപ്പിച്ച കുരിശിൻ സൗധം കൂദാശയും നിർവഹിക്കും. വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് ഭക്തി നിർഭരമായ റാസ നടത്തും. ജനുവരി 2-ന് രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരം, 8 മണിക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ ദിയാസ്കോറസ് നയിക്കുന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, തുടർന്ന് 25 ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായ വിതരണം, പ്രദക്ഷിണം, കൊടിയിറക്ക് എന്നിവ നടക്കും. ശ്ലൈകിക വാഴ്വ്, പെരുന്നാൾ വെച്ചൂട്ട് വൈകിട്ട് 7 മണിക്ക് ബിബി ഓഡിയോസ് നയിക്കുന്ന ഗാനമേള, വികാരി ഫാദർ ഗീവർഗീസ് കോശി, ട്രസ്റ്റി ടി.എ. തോമസ് കുട്ടി, സെക്രട്ടറി വൈ കുഞ്ഞുമോൻ, പെരുന്നാൾ കൺവീനർ ബിനു ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകുന്ന ക്രമീകരണങ്ങളോടെ നടക്കും. CDNet ന്യൂസ്, ചാരുമൂട്.